നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ADGP ആയിരുന്ന MR അജിത്കുമാറിനെതിരെ നിലമ്പൂർ MLA PV അൻവർ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും 4ഓളം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അഴിമതിക്കാരനായും ഒരു കള്ളനായും ഒക്കെ തന്നെ ADGPയെ അന്ന് ചിത്രീകരിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ വിജിലൻസ് അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റാണ് MR അജിത്കുമാറിന് നൽകിയത്. മുഖ്യമന്ത്രിയും ഹാപ്പി. അതിനുശേഷമുണ്ടായ സ്ഥാനക്കയറ്റമൊക്കെ തന്നെ നമ്മളേവരും കണ്ടതാണ്. എന്നാൽ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ ക്ലീൻ ചീറ്റ് റിപ്പോർട്ടിൽ വലിയൊരു അപാകത ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ. ADGP MR അജിത്കുമാറിന് നൽകിയ ഈ ക്ലീൻ ചീറ്റ് റിപ്പോർട്ടിനെ മടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും പല കാര്യങ്ങളിലും വ്യക്തത വേണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും തന്നെ തൃപ്തികരമല്ല. മറ്റു കാര്യങ്ങൾ കൂടി വ്യക്തമാക്കി വളരെ വേഗത്തിൽ കൊണ്ടുവരണമെന്ന്, നേരിട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അൻവറിന്റെ ആരോപണങ്ങളിലൊന്നും തന്നെ കഴമ്പില്ലെന്നും ഈ പരാതി തെളിയിക്കാനുള്ള യാതൊരുവിധ രേഖകളും സമർപ്പിച്ചില്ല എന്നും അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രസക്തമായ ചില കാര്യങ്ങൾ. അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം ചെയ്ത് നൽകിയിരിക്കുന്ന സർക്കാർ തീരുമാനത്തിന് തൊട്ട് പിറകെ തന്നെ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായിരുന്നു. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP ആണ് ഈ അന്വേഷണം നടത്തിയത്. അതും ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം. DGPയുടെ പ്രത്യേക മേൽനോട്ടമുണ്ടായിരുന്നു. വ്യക്തത ആവശ്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ടർ മടക്കി അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരാനും നിർദ്ദേശം നൽകുന്നുണ്ട്. MR അജിത്കുമാറിനെതിരെ 4 ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചു. അതിൽ വിജിലൻസ് അന്വേഷണവും നടത്തി. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തുവെന്നും അതിന്റെ വിഹിതം അജിത്കുമാർ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം. എന്നാൽ ഈ ആരോപണത്തെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന, തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നു. കവടിയാറിലെ ആഡംബര വീട് പണിതതിലൊക്കെ തന്നെ ക്രമക്കേടുണ്ടെന്ന് രണ്ടാമതായി ആരോപണം ഉന്നയിച്ചു. വീട് നിർമ്മാണത്തിനായി SBIയിൽ നിന്നും 1.5 കോടി രൂപ വായ്പ എടുത്തുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അതും പ്രത്യേകിച്ച് പ്രശ്നമില്ല. ഇനി സർക്കാർ അറിയാതെയാണോ ഈ വീട് നിർമ്മാണം നടത്തിയത് എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം. വീട് നിർമ്മാണം സർക്കാരിനെ അറിയിച്ചുകൊണ്ടാണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഇനി തിരുവനന്തപുരം കുറവൻകോടത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നാണ് മൂന്നാമതായി ഉയർന്നു കേട്ട ആരോപണം. എന്നാൽ ഈ പറഞ്ഞതും ശുദ്ധ അസംബന്ധമാണെന്നാണ് വിജിലൻസ് പറയുന്നത്. കരാറായി 8 വർഷത്തിന് ശേഷം ഫ്ളാറ്റ് വിറ്റുവെന്നും സ്വാഭാവിക വിലവർധനയാണ് ഫ്ളാറ്റിന് ഉണ്ടായതെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 2009 കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിട്ടു. അതിനായി 25 ലക്ഷം രൂപ വായ്പയെടുത്തു. 2013 കമ്പനി ഫ്ളാറ്റ് കൈമാറി. പക്ഷേ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയിരുന്നു. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിറ്റു. 2016 ഈ ഫ്ളാറ്റ് വിറ്റത്. വിൽപ്പനയ്ക്ക് 10 ദിവസം മുന്നേ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് തിരിച്ച് രജിസ്റ്റർ ചെയ്തുവെന്നും 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർദ്ധനവ് മാത്രമാണ് വീടിന്റെ വിലയിൽ സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് MR അജിത്കുമാറിന്റെ അന്വേഷണത്തിനിടയിൽ വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു തന്നെയാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഇനി മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരം മുറിയിൽ അജിത്കുമാറിന്റെ പങ്കുണ്ടെന്നുള്ള 4ാമത്തെ ആരോപണവും തള്ളിക്കളയുകയാണ്. ഇതിൽ അജിത്കുമാറിനെ ബന്ധിപ്പിക്കാൻ തരത്തിലുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു തെളിവുമില്ലായിരുന്നു എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നത്. പക്ഷേ സുജിത് ദാസിന്റെ കാലയളവിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തുവെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെ നൽകിയ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റാണ് ഇപ്പോൾ ഡയറക്ടർ മടക്കിയിരിക്കുന്നത്. ആരോപണങ്ങൾക്കിടയിലും അജിത്കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം ചെയ്തു നൽകിയ സർക്കാരിന്റെ ശുപാർശ അതൊക്കെ തന്നെ വിവാദമായി മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് സ്ഥാനക്കയറ്റത്തിന് തന്നെ തടസ്സമാകുന്ന രീതിയിലുള്ള യാതൊരുവിധ അന്വേഷണവും ADGPക്കെതിരെ നടക്കുന്നില്ല എന്നുകൂടി അന്ന് പറഞ്ഞിരുന്നത്. ചീഫ് സെക്രട്ടറി, DGP, ആഭ്യന്തര സെക്രട്ടറി എന്നിവരടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയായിരുന്നു അന്ന് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് അംഗീകരിച്ചായിരുന്നു സർക്കാർ തീരുമാനമെടുത്തത്. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ജൂലൈ 1 വിരമിക്കുന്നതോടെ ഈ ഒഴിവിലേക്ക് DGP റാങ്കോടുകൂടി MR അജിത്കുമാർ തിരികെ എത്തുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.